പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 35 ബയോളജി ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, റൊട്ടിപ്പൂപ്പൽ, വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരിമ്പൻ എന്നിവ ഏത് സൂക്ഷ്മജീവികളാണ്? റൊട്ടിപ്പൂപ്പൽ, വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരിമ്പൻ എന്നിവ ഏത് സൂക്ഷ്മജീവികളാണ്? ഫംഗസ് ആണ് കേട്ടോ. അപ്പോൾ പൂപ്പൽ നിൽക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഫംഗസാണ്. അപ്പോൾ വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരിമ്പനും ഫംഗസ് തന്നെയാണ്. രണ്ടാമത്തത്, ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളെ പകർച്ചവ്യാധികൾ എന്ന് അറിയപ്പെടുന്നു. പകർച്ചവ്യാധികൾ മറ്റ് രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ എങ്ങനെ വിളിക്കുന്നു? മഹാമാരി അല്ലെങ്കിൽ പാൻഡമിക് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയുന്നു. അപ്പോൾ പകർച്ചവ്യാധികൾ മറ്റ് രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ മഹാമാരി അല്ലെങ്കിൽ പാൻഡമിക് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ കോവിഡ്. ഇനി പകർച്ചവ്യാധി രോഗങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാം? ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, ചിക്കൻ പോക്സ്, കോളറ. അടുത്തത്, മനുഷ്യരാശി അതിജീവിച്ച മഹാമാരികൾക്ക് ഉദാഹരണങ്ങളേവ? മനുഷ്യരാശി അതിജീവിച്ച മഹാമാരികൾക്ക് ഉദാഹരണമാണ് വസൂരി, ക്ഷയം, പ്ലേഗ്, കോവിഡ്-19. മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നതും എന്നാൽ കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്തതുമായ രോഗകാരികളായ സൂക്ഷ്മജീവികൾക്ക് ഉദാഹരണങ്ങൾ ഏവ? മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നതും എന്നാൽ കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്തതുമായ രോഗകാരികളായ സൂക്ഷ്മജീവികൾക്ക് ഉദാഹരണങ്ങളാണ് ബാക്ടീരിയ, വൈറസ്, ഫംഗസ്. അടുത്തത്, മനുഷ്യരിൽ രോഗകാരണമാകുന്ന കാൻഡിഡ്, ക്രിപ്റ്റോകോക്കസ്, ഹിപ്റ്റോപ്ലാസ്മ എന്നിവ ഏത് തരം സൂക്ഷ്മജീവികളാണ്? അപ്പോൾ മനുഷ്യരിൽ രോഗകാരണമാകുന്ന കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ എന്നിവ ഏത് തരം സൂക്ഷ്മജീവികളാണ്? ഫംഗസ്. മനുഷ്യർ ഭക്ഷണമായി ഉപയോഗിക്കുന്ന ഫംഗസ് വിഭാഗത്തിലെ വസ്തു ഏത്? കൂണുകൾ. അപ്പോൾ മനുഷ്യർ ഭക്ഷണമായി ഉപയോഗിക്കുന്ന ഫംഗസ് വിഭാഗത്തിലെ വസ്തുവാണ് കൂണുകൾ. അടുത്തത്, രോഗാണുവാഹകരിൽ നിന്നല്ലാതെ സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിച്ചിട്ടുണ്ടാകുന്ന രോഗങ്ങൾക്ക് ഉദാഹരണങ്ങൾ. രോഗാണുവാഹകരിൽ നിന്നല്ലാതെ സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിച്ചിട്ടുണ്ടാകുന്ന രോഗങ്ങൾക്ക് ഉദാഹരണമാണ് വിരശല്യം, ടെറ്റനസ്, ക്ഷയം. മണ്ണിലൂടെ പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണം. മണ്ണിലൂടെ പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണം വിരശല്യം, ടെറ്റനസ്. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണം ജലദോഷം, ക്ഷയം. രോഗാണുവാഹകരായ ജീവികൾക്ക് ഉദാഹരണമാണ് ഈച്ച, എലിച്ചെള്ള്, കൊതുക്, വവ്വാല്. രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്തു നിൽക്കാനുമുള്ള കഴിവ് ശരീരത്തിന് സ്വാഭാവികമായുള്ളത് ഏത് പേരിൽ അറിയപ്പെടുന്നു? അതിനെയാണ് രോഗപ്രതിരോധ ശേഷി അല്ലെങ്കിൽ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി. സ്വാഭാവിക പ്രതിരോധ ശേഷി ശരീരത്തിനുണ്ടാകാൻ സാധിക്കാത്ത പകർച്ചവ്യാധികളെ തടയാനായി ചെയ്യേണ്ട നടപടി എന്ത്? ഇപ്പോൾ സ്വാഭാവിക പ്രതിരോധ ശേഷി ശരീരത്തിനുണ്ടാകാൻ സാധിക്കാത്ത പകർച്ചവ്യാധികളെ തടയാനായി ചെയ്യേണ്ട നടപടിയാണ് പ്രതിരോധ കുത്തിവയ്പ് അല്ലെങ്കിൽ വാക്സിനേഷൻ. പ്രതിരോധ കുത്തിവയ്പിലൂടെ നേടിയെടുക്കുന്ന അല്ലെങ്കിൽ ആർജിച്ചെടുക്കുന്ന രോഗപ്രതിരോധ ശേഷി ഏത് പേരിൽ അറിയപ്പെടുന്നു? ആർജിത രോഗപ്രതിരോധ ശേഷി. അടുത്തത്, മനുഷ്യന്റെ നിലനിൽപ്പിനു തന്നെ ഭീഷണിയായിരുന്ന വസൂരി, പ്ലേഗ്, പോളിയോ പോലുള്ള മഹാമാരികളെ അതിജീവിക്കാൻ സാധിച്ചത് ഏത് മാർഗത്തിലൂടെയാണ്?
പ്രതിരോധ കുത്തിവയ്പ്പിലൂടെ. അരിയിൽ ധാരാളമായി അടങ്ങിയിട്ടുള്ള പോഷക ഘടകമാണ് ധാന്യങ്ങൾ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്. മത്സ്യത്തിൽ കൂടുതലായുള്ള പോഷക ഘടകമാണ് പ്രോട്ടീൻ. എണ്ണകളിൽ കൂടുതലായുള്ള പോഷക ഘടകമാണ് കൊഴുപ്പ്. ധാതു ലവണങ്ങൾ, വിറ്റമിനുകൾ എന്നിവ കൂടുതലായുള്ള ഭക്ഷ്യ വസ്തുക്കളാണ് പഴങ്ങളും പച്ചക്കറികളും. എന്തൊക്കെ കൊണ്ടാണ് ധാന്യകം നിർമ്മിച്ചിരിക്കുന്നത്? കാർബോഹൈഡ്രേറ്റ് ആണ് ഈ പറയുന്ന ധാന്യകം. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്ന പോഷകമേത്? ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്ന പോഷകമാണ് ധാന്യകം. ധാന്യങ്ങളുടെ വിവിധ രൂപങ്ങൾ ഏതെല്ലാം? അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ്. അന്നജം അയഡിൻ ലായനിയുമായി പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന നിറമാണ് കടും നീല നിറം. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകമാണ് പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യം. ശരീരത്തിലെ കോശങ്ങൾ, മുടി, ദഹനരസങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് ആവശ്യമായതാണ് പ്രോട്ടീൻ. ധാന്യങ്ങളുടെ അഭാവത്തിൽ ഊർജ നിർമ്മാണത്തിനായി ശരീരം പ്രയോജനപ്പെടുത്തുന്നത് പ്രോട്ടീനാണ്. അടുത്തത്, ഒരാളുടെ ശരീരഭാരത്തിനനുസരിച്ച് ഏത് തോതിലാണ് പ്രോട്ടീൻ ഓരോ ദിവസവും ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കേണ്ടത്? ഒരാളുടെ ശരീരഭാരത്തിനനുസരിച്ച് ഏത് തോതിലാണ് പ്രോട്ടീൻ ഓരോ ദിവസവും ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കേണ്ടത്? 1 കിലോഗ്രാമിന് 1 ഗ്രാം എന്ന തോതിൽ. പ്രോട്ടീനിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ ഏതെല്ലാം? ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ. പ്രോട്ടീന്റെ അഭാവം മൂലമുള്ള രോഗാവസ്ഥ ഏത്? ക്വോഷിയോക്കർ. ഏത് രോഗാവസ്ഥയുടെ ലക്ഷണമാണ് ശോഷിച്ച ശരീരവും വീർത്ത വയറും? ക്വോഷിയോക്കർ. വളർച്ച മുരടിക്കാൻ കാരണമാവുന്നത് ഏത് പോഷകം കുറയുന്നതുകൊണ്ടാണ്? പ്രോട്ടീൻ. കാർബോഹൈഡ്രേറ്റിനെ പോലെ ശരീരത്തിന് ഊർജം പ്രദാനം ചെയ്യുന്ന പോഷകം ഏത്? കൊഴുപ്പ്. എന്തിന്റെ രൂപമാണ് കൊളസ്ട്രോൾ? കൊഴുപ്പിന്റെ. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ശുപാർശ ചെയ്തിട്ടുള്ളത് പ്രായപൂർത്തിയായ ഒരു ഇന്ത്യക്കാരൻ ദിവസം എത്ര ഗ്രാം പച്ചക്കറികൾ കഴിക്കണമെന്നാണ്? ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ശുപാർശ ചെയ്തിട്ടുള്ളത് പ്രായപൂർത്തിയായ ഒരു ഇന്ത്യക്കാരൻ ദിവസം എത്ര ഗ്രാം പച്ചക്കറികൾ ഭക്ഷിക്കണമെന്നാണ്? 295 ഗ്രാം. അപ്പോൾ 35 ക്വസ്റ്റ്യൻസും തീർന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.